പോപ്പട്ടെ, ഇതെങ്ങനെയുണ്ട്? എടാ പൊട്ടാ, ഇത് ചട്ടിയൊന്നുമല്ല, എന്റെ തലയാ, മനസ്സിലായടാ? ഇത്ര ഉറപ്പുള്ള തലയോ? ഇങ്ങനൊരു തലയുള്ളോണ്ട് ചേട്ടന് ഹെൽമെറ്റിന്റെ ആവശ്യം വരില്ല. വേണമെങ്കിൽ 20 രൂപ ഞങ്ങൾ എക്സ്ട്രാ തന്നേക്കാം. പക്ഷെ എനിക്ക് ഈ ബലമുള്ള കലം തന്നെ വേണം. ആ അത് പിന്നെ ഇവനോട് ക്ഷമിക്കും ചേട്ടാ. പിന്നെ ചേട്ടാ ഈ കലത്തിന് എത്രയാ? കാലത്തിനനുസരിച്ചുള്ള കോലമാണ്, നല്ല ബലമാണ്, നല്ല ഉറപ്പാണ്. ഇതിന് 400 രൂപയാണ്. 400 രൂപയെ? കുറച്ച് പൈസ കൂടി ഡബിൾ ഡോറിന്റെ ഒരു ഫ്രിഡ്ജ് വാങ്ങി വീട്ടിൽ വെക്കാമല്ലോ. അപ്പൊ പിന്നെ കിട്ടുന്ന പൈസ മുഴുവൻ ഫ്രീസറിലും വെക്കാം. ഇതിലും ഭേദം കൊള്ള പലിശയ്ക്ക് പണം കട കൊടുക്കുന്നതാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 400 രൂപയ്ക്ക് ഈ കടയിൽ എല്ലാ കലവും വന്നേക്കാം. മതിയോ? ഇത്രയും കുറഞ്ഞ വിലക്കോ? എല്ലാം നമുക്ക് തന്നെ വാങ്ങാല്ലേ? കന്നാ സാറിന് കിറ്റിക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാമല്ലോ. എന്നാ പിന്നെ വാ, എല്ലാ കലവും മേടിക്കാം. ഹണി ദേ ഇതൊന്ന് പിടിച്ചേ. ഹണി ഇതാ, ഇതും കൂടി പിടിക്കേ. ഈ കലമൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്നാരും പിടിക്കും? നിൽക്ക്, അത് ഞാൻ പിടിക്കാം. ജോർദാറേ, ബാക്കിയുള്ള കലങ്ങൾ പിടിക്ക്. പോപ്പട്ടെ, ബാക്കിയുള്ള കലങ്ങളൊക്കെ നീ പിടിച്ചോ. അയ്യോ അയ്യോ ഞങ്ങളുടെ കലങ്ങളൊക്കെ പൊട്ടിച്ചു. നിക്കടാ അവിടെ, നിക്കടാ. നിക്കാനാ പറഞ്ഞേ. നീ കലം പൊട്ടിക്കോ അല്ലേ? ഇന്നാ പിടിച്ചോ. ഞാനിപ്പോ ജിമ്മിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങളുടെ കേക്ക് തെറ്റിച്ചു അല്ലേ? എന്റെ ഡയറ്റിംഗ് നശിപ്പിച്ചു. നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എങ്ങോട്ടാ ഇവൻ ഓടുന്നേ? ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. നിക്കടാ. അയ്യോ, ഇവന് ഓട്ടം നിർത്തുന്നില്ല. 8 കാലുണ്ട് അവന്. 2 നിർത്തിയാലും ബാക്കിയുള്ളതൊന്നും പെട്ടെന്ന് നിർത്തില്ലല്ലോ. ഇവൻ നമ്മളെ കണ്ടല്ല, വേറെ ആരെ കണ്ട് പേടിച്ചോടിയെന്നാ എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ ആലോചിക്കുന്നേ, ഈ പോപ്പട്ടിനെ കണ്ട് ആര് പേടിച്ചോടാനാ? ഇവൻ അഥവാ ഒരു കൊതുകുതിരിയും കത്തിച്ചോണ്ട് നടന്നാൽ പോലും ആ കൊതുകുകൾ ഇവന്റെ പുറകെ കൂടി വന്ന് കൊത്തും. അപ്പൊ പിന്നെ പോപ്പട്ടിനെ കണ്ട് പേടിച്ചതായിരിക്കില്ല ഒരിക്കലും. അതാരായിരുന്നു? ഇവൻ. ചിരിക്കരുത്. ഞാനിത് ആദ്യമായാണ് കടലിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. അന്നേരം തൊട്ട് ഈ ഭീമാകാരനായ മൃഗം എന്റെ പുറകെ ഉണ്ടായിരുന്നു. നീ പറയുന്ന ആ ഭീമാകാരനായ മൃഗമില്ലേ, അത് നീ തന്നെയാണ്. എടോ, അത് നിന്റെ നിഴലാണ്. ഇവനിവന്റെ നിഴലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നീലോ? ആ പേരിൽ എനിക്ക് ചേട്ടനോ അനിയനോ ആരുമില്ല. എടാ നീലല്ല, നിഴൽ. പിന്നെ നിഴലിനോടുള്ള ഇവരുടെ പേടി മാറ്റാൻ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതൊക്കെ മണ്ടത്തരമാണ്. നിഴല് കണ്ട ആരെങ്കിലും പേടിക്കൂ? എന്റെ അമ്മോ! അതെ, ഞാൻ സമ്മതിച്ചു. നിഴല് കണ്ട ആരായാലും പേടിക്കും. അതെ, പോവാം. നമുക്ക് വീട്ടിൽ പോയി ഇവനല്പം ട്രെയിനിങ് കൊടുക്കാം. എന്റെ ഡയറ്റിംഗ് മുഴുവൻ നശിപ്പിച്ചത് യുവമാരാണ്. അതുകൊണ്ട് യുവമാരുടെ പ്ലാൻ ഞാൻ നശിപ്പിക്കും. നീ നിന്റെ കണ്ണുകൾ അടയ്ക്ക്. അപ്പൊ നിന്റെ നിഴല് കാണില്ല, നിനക്ക് പേടിയും തോന്നില്ല. ഓക്കെ. നിഴൽ മൃഗം ഇപ്പൊ എന്നെ പിടിച്ച് അടിച്ചു. അയ്യോ, അവൻ ഭയങ്കര ഭീകരനാണ്. അയ്യോ, ഓടിക്കോ. ഐഡിയ, ഇവനെ വീടിനകത്തേക്ക് കൊണ്ടുപോവാ. അവിടെ ഏതായാലും നിഴലുണ്ടാവില്ല. നീലളിക്കുട്ട, നിനക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അല്ല, ഈ വീടെന്ന് പറഞ്ഞാൽ എന്താ? ഫ്രിഡ്ജും കൂളറും സോഫയൊക്കെയുള്ള സ്ഥലത്തിനെയാണ് വീടെന്ന് പറയുന്നത്. ഈ സോഫ എന്ന് ഫ്രിഡ്ജ് എന്ന് കൂളർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഓ, ഇതിന്റെയൊക്കെ അർത്ഥം ഇവൻ അറിഞ്ഞു വരുമ്പോഴേക്കും എന്റെ മുടിയുടെ പച്ച മാറി നരച്ചു തുടങ്ങിയിട്ടുണ്ടാവും. 8 കാലുണ്ടായിട്ട് എന്താ തലയ്ക്കകത്ത് ഒന്നുമില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ ചെറുതായി കാണരുത്. ഞാൻ പഠിക്കുന്ന ക്ലാസ്സിൽ ഞാനാ ഫസ്റ്റ്. കൊള്ളാലോ. അപ്പൊ എക്സാമിൽ നീയാണോ ഫസ്റ്റ്?
എക്സാമിലല്ല, രാവിലെ ക്ലാസ്സിൽ ഫസ്റ്റ് എത്തുന്നത് ഞാനാ. അത് ശരി, ഈ നീരാളിക്കിട്ട് ഒരു പണി കൊടുത്തു കഴിഞ്ഞാ അത് യുവമാർക്കിട്ട് കൊടുത്ത പണി പോലെയാകും. എന്നാ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആരാന്ന്. ആ. ആ, അയ്യോ, വീണ്ടും അവൻ. അല്ല, നീരാളിക്കുട്ടാ, ഒന്ന് നിക്ക്, നിൽക്ക്. ഓടല്ലേ, നിക്ക്. ഓ, ഓ. ഈ, പറയുന്ന കേക്ക്, ഓടല്ലേ, പേടിക്കണ്ട. ഓ. നാല് ഭാഗത്തുനിന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാ നിഴൽ നാല് ഭാഗത്തുനിന്ന് കാണാൻ കഴിയും. ഞങ്ങള് പറയുന്ന കേക്ക്, നിനക്കൊന്നും പറ്റില്ല. ഓടല്ലേ, നിക്ക്. നിക്കാനാ പറഞ്ഞത്. ആ. ഞാൻ എന്റെ 4 കൂട്ടുകാരെ വിളിച്ചപ്പോ അതുപോലെ ആ നിഴല് 4 കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നിരിക്കുകയാണ്. എന്റെ പുറകെ വന്നവൻ എന്നെ വീണ്ടും പേടിപ്പിക്കുകയാണ്. കൊള്ളാം, എന്റെ ഐഡിയ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. ആ അത് ശരി. അപ്പൊ ഇതിന്റെ പുറകിലൊക്കെ സണ്ണിയായിരുന്നല്ലേ ഐഡിയ. കൂട്ടുകാരെ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ഇതിലൂടെ ആ നീരാളിയുടെ പേടിയൊക്കെ മാറുകയും ചെയ്യും, സണ്ണിയെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യാം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആഹാ, നല്ല അടിപൊളി പ്ലാൻ. എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തരാൻ തോന്നുന്നു. ഉം. ആ. നീ എന്താ സണ്ണി ഇവിടെ? അത് ഏയ് നീരാളിക്കുട്ടാ, നിഴല് വളരെ ദുർബലനാണ്. എന്താ നിനക്കത് കാണണോ? കാണണം. എന്നാ ദേ കണ്ടോ? ഒരൊറ്റയടിക്ക് നിഴല് ദൂരേക്ക് തെറിച്ചു പോയി. അപ്പൊ ശരിക്കും ഇവൻ ദുർബലൻ തന്നെയാണ്. നിഴലിന് തലകറക്കവും വരാറുണ്ട്. നിനക്ക് തെളിവ് വേണോ? ആ, ആ, അയ്യോ വേണ്ട. ഇതാ പിടിച്ചോ. ആ, ഓ, 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 ഓ. അയ്യോ, മോളില് നിറച്ച് മാറാലാണല്ലോ. ചക്കരേ, നീ എന്തായി കാണിക്കുന്നത്? അല്ല, ഇതാരോ സ്പൈഡർ കുട്ടനോ? എന്റെ പേര് മോനെ എന്നല്ല, ഹണി എന്നാണ്. എടാ, എനിക്കത് അറിയാവുന്നതാണ്. പക്ഷെ എല്ലാവരെയും ഞാൻ അതാണ് വിളിക്കാറ്, എന്റെ ഹണിമോനെ. എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സമയമൊന്നുമില്ല. ഐ എം വെരി ബിസി. വേഗം വഴിന്ന് മാറാൻ നോക്ക്. എനിക്ക് മാറാമ്പലെല്ലാം വൃത്തിയാക്കണം. എടാ മോനെ കുട്ടാ, ഇത് മാറാലേ അല്ല, എന്റെ വീടാണ് മോനെ, എന്റെ സ്വന്തം വീട്. ആഹാ, കൊള്ളാലോ. അപ്പൊ ഈ മാറാലയാണ് നിന്റെ വീടെങ്കില് നിന്റെ വീടിനകത്ത് ഒരിക്കലും മാറാലയുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. അത് കൊള്ളാലോ. അയ്യോ, ഹണി, നീ എന്താണ് ഈ ചെയ്യുന്നത്? അതിന് ഞാനൊന്നും ചെയ്തില്ല. ഈ സ്പൈഡർ എന്റെ തലയിൽ കയറിയത് കൊണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയതാ. എന്തോന്ന് സ്പൈഡറോ? അല്ല, നീ എന്തിനാ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്? മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യാനും സമ്മതിക്കുകയല്ല. എടാ 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 മക്കളെ, ഞാൻ എന്റെ വല രക്ഷിക്കാനായിട്ടാണ് വന്നത്. നിങ്ങൾ എന്തിനാണ് എന്റെ വലകളെല്ലാം എടുത്ത് മാറ്റുന്നത്? അത് നല്ല കാര്യം. വീട് ഞങ്ങളുടേതാണ്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കൂടെ? അയ്യോ, അയ്യേ കൂടിയുണ്ട്. ഈ വീട് എന്റേതാണെങ്കിൽ ഇത് എന്റേതുപോലെ തന്നെ തോന്നുകയും വേണ്ടേ കൂട്ടുകാരെ? ഐഡിയ. ആഹാ. ഇതെല്ലാം ദാ ഇവിടെ ഇരിക്കട്ടെ. ആഹാ, ഈ ഫോട്ടോയ്ക്ക് പറ്റിയ സ്ഥലം ഇവിടെ ആയിരിക്കും. സൂപ്പർ. അല്ല, എന്റെ ചെക്കനോടെ? കൊച്ചച്ചാ വരൂ, കൊച്ചച്ചാ വരൂ, എന്നെ അനുഗ്രഹിച്ചാലും.
കൊച്ചച്ഛന് 8 കാലുണ്ട്. അപ്പൊ പിന്നെ അനുഗ്രഹം വാങ്ങിച്ച് ക്ഷീണിക്കില്ലേ? ഞാൻ പറയുന്ന കേക്ക് നേരെ കൈകൂപ്പി ഒരു നമസ്കാരം കൊടുത്താ മതി. നിന്റെ ഈ വേലക്കാരൻ ആളത്ര ശരിയല്ല. ഇവനെയൊക്കെ കാർ ഷെഡിലേക്ക് മറ്റോ മാറ്റാൻ നോക്ക. നിങ്ങളുടെ പണിക്കാരുണ്ടല്ലോടാ, നിങ്ങൾ പുറത്തു പോയി എന്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വാ. എടോ തത്തേ, താൻ എങ്ങോട്ടായി പോന്നേ? ഇങ്ങോട്ട് വേടാ, വന്നെന്റെ കാലൊന്നും തിരുമ. ഇതിലിപ്പോ ഏത് കാലാ ഞാൻ തിരുമണ്ടത്? കൊച്ചച്ഛന്റെ ഒരുപാട് കാലുണ്ടല്ലോ. ഇത്രയും കാല് വെച്ച് നോക്കുമ്പോ നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ മാച്ച് ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് ജയിക്കാൻ പറ്റും. സംശയമുണ്ടോ? ഇങ്ങനെയാണോ വൃത്തിയാക്കുന്നേ? എങ്ങനെയാ വൃത്തിയാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഞാൻ മരത്തിലിരിക്കുന്ന കിളികൾക്ക് ടാറ്റ കൊടുക്കുമായിരുന്നു. എന്റെ ഈ പണിക്കാരൻ ഒട്ടും ശരിയല്ല. ഇവനെ നമ്മുടെ വലയെ കൊണ്ട് കുരുക്കിയിടണം. സോറി കൊച്ചച്ച, എന്നാ പിന്നെ ഞാൻ വേറെന്തെങ്കിലും പണി ചെയ്തോളാം. അയ്യോ അയ്യോ അയ്യോ. അയ്യോ, കൊച്ചച്ഛൻ ഇതിനകത്ത് എന്തെടുക്കുമായിരുന്നു? അകത്ത് ഞാൻ ഒരു പത്രസമ്മേളനം നടത്തുകയായിരുന്നു. എന്താണ് അതിനെ കൊല്ലാൻ വല്ല ഉദ്ദേശം ഉണ്ടോ നിനക്ക്? ഇതിനുള്ളിൽ കിടന്ന് ഞാൻ ചത്ത ശ്വാസം മുട്ടി. ആക്ച്വലി വാക്യൂം ക്ലീനറേ വളരെ നല്ല ക്ലീനറാണ്. അതുകൊണ്ട് ഇതിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ നല്ല അഭിപ്രായം പറയാറുണ്ട്. ബട്ട് സോറി, ഞാൻ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ക്ലീൻ ചെയ്തോളാം. അയ്യോ അയ്യോ അയ്യോ. ഹൈ, ഇനി സത്യത്തിൽ അകത്ത് വല്ല പത്രസമ്മേളനവും നടക്കുന്നുണ്ടോ? എല്ലാരും ദേ ഇതിനകത്തു നിന്നാണല്ലോ വരുന്നത്. എടാ, ഒരു പ്രോബ്ലം ഉണ്ട്. നീ ആ പ്രോബ്ലം എന്താന്ന് പറ. വേഗം പറഞ്ഞു കൊടുക്ക്, എന്താണ് പ്രോബ്ലം എന്ന്. ഇവൻ നിന്റെ എല്ലാ പ്രോബ്ലംസും ആ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്തോളും. എന്തോന്നാടാ എല്ലാവരും കൂടെ കൂട്ടം കൂടി കുശൂഷിക്കുന്നത്? മര്യാദക്ക് ജോലിയൊക്കെ ചെയ്യാൻ നോക്ക്. എന്റെ ചെറുക്കന്റെ പൈസ വേസ്റ്റാക്കരുത്. അയ്യോ എന്റെ പുന്നാര കൊച്ചച്ചാ, ഇവൻ എന്റെ പണിക്കാരെ പോലെയല്ല, കൂട്ടുകാരെ പോലെ തന്നെയാണ്. കണ്ടോ എന്റെ ചെറുക്കനെ, വെറും പണിക്കാരായ നിങ്ങളോടൊക്കെ എന്തൊരു അനുകമ്പയാ. എടാ എന്താണ് ഇത്? പണിക്ക് വന്നവനൊക്കെ വീട്ടിലെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നോ? ഇതെന്റെ ചെക്കന്റെ ഫ്രൂട്ടാണ്, റൂട്ട് ഓഫ് സക്സസ്. അവൻ അധ്വാനിക്കുന്നതിന്റെ ഫലം. നീക്ക് ഒരു പണിയും ചെയ്യാതെ സൂചിച്ചിരിക്കല്ലേ ഇവിടെ? പോയി വല്ല പണിയും ചെയ്യടാ. അല്ല, നീ ഇതിൽ ഏലക്കായ ഇട്ടോടാ. അതിന് ഏലക്കായ ഇടുന്നത് ചായയിലാണ്. എന്നാ ഏലക്കായിട്ടൊരു ചായ ഇട്ടോണ്ട് വാ. ദേ ചായ. ഇത് കണ്ടിട്ടൊരു ഉന്മേഷം തോന്നില്ലല്ലോ. നല്ല ഉന്മേഷം കിട്ടണമെങ്കിൽ കോഫി കുടിക്കണം. എന്നാ വേഗം പോയി ഒരു കോഫി ഉണ്ടാക്കി കൊണ്ട് വാടാ. അല്ല, ഇതില് മധുരമൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ടോ? നല്ല മധുരം വേണമെങ്കിൽ ജ്യൂസ് അടിക്കേണ്ടി വരും. എന്നാ പിന്നെ വേഗം പോയി ഒരു ജ്യൂസ് കൊണ്ടുപോടാ. അല്ല അല്ല എന്താ ഇതില്? എന്തോന്നാ ഇതില്? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ പറയാൻ വന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. എടാ ചെക്ക, വീടൊക്കെ നല്ലതാ, പക്ഷേ ഒരു 8 കാലുടെ വീട് ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ പിന്നെ എങ്ങനെയായിരിക്കും കൊച്ചച്ചാ? നോക്കിക്കോ, പിന്നെതാ ഇത്. ഇവിടെ ആരാടാ എന്നോട് മത്സരിക്കാനുള്ളത്? കൊച്ചളിയ, ജീപ്പിൽ പെട്രോൾ ഇല്ലെന്നാ തോന്നുന്നത്. ഒന്ന് വേഗത്തിൽ ഓടിക്കേ. ജയിക്കുവാണെങ്കിൽ ഞാനേ ജയിക്കുള്ളൂ. ഈ ഡോഗീസിന്റെ മുന്നിൽ ഞാൻ തോൽക്കാൻ പാടില്ല. എടാ, നമ്മളും ഡോഗീസ് ആണ്. ഡോഗി ആണെങ്കിലും പൂച്ചയാണെങ്കിലും തോൽക്കാൻ പാടില്ല.
ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള ആരോപണം അവർ മോഷ്ടിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ ആ മോഷണം ഇവരാണോ ചെയ്തത്? നിങ്ങളാണോ കുറ്റം ചെയ്തത്? ഇൻസ്പെക്ടർ പാണ്ഡ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതും ഈ പാവപ്പെട്ട ഡോഗീസിനോട്. ഈഷ്, ഇവർ പാവപ്പെട്ട ഡോഗീസ് അല്ല. പിന്നെ ഇവർ കുറ്റവാളികളാണോ? ഈഷ്, അല്ല അല്ല, വെറും ഒരു സംശയം മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, ഏതോ ഒരു ഡോഗി വീട്ടിൽ കയറി മോഷ്ടിക്കുന്നു അത്രേ. ഇപ്പൊ മനസ്സിലായി ഇന്നലെ രാത്രി എന്റെ ഐസ്ക്രീം ആരാടുത്ത് കഴിച്ചതെന്ന്. എന്തായാലും ഇവന്മാരാണെന്ന് മനസ്സിലായി. ഇപ്പത്തെ സെലിബ്രിറ്റീസിനെ പോലെ ഫോട്ടോ എടുക്കുന്ന കണ്ടില്ലേ? പേര് പറയാ, എന്നിട്ട് കുറച്ച് കാണിക്ക്. എന്റെ പേരാണ് സുന്ദർ. സുന്ദർ, എന്നാൽ അകത്തേക്ക് കയറിക്കോ. നിന്റെ ശബ്ദത്തിനും കള്ളന്റെ ശബ്ദത്തിനും 80% മാച്ചിങ് ഉണ്ട്. നിങ്ങളെ പേടിക്കണ്ട, പോലീസുകാർ കള്ളന്മാരെ മാത്രമാണ് പിടിക്കുന്നത്. പക്ഷേ കള്ളന് ഞങ്ങളുടെ ശബ്ദവും കിട്ടിയിരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടേ മതിയാകൂ. ഉടൻ തന്നെ ഐസ്ക്രീം കഴിച്ചേക്കാം. അപ്പോൾ ശബ്ദം ഇല്ലാതാകും. പിന്നെ ബോബോ എന്ന് പറയുമ്പോ മാച്ച് ആകില്ല. ഐഡിയ എന്തായാലും കൊള്ളാം. ഞാൻ പോയി ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാം. എടാ മണ്ട, നീ പുറത്തു പോയാൽ ആപത്താണ്. ഞങ്ങള് പോകാം. പോപ്പട്ടെ, നീ ബുദ്ധിമാനാണ്, പക്ഷെ ഞാൻ മണ്ടനല്ല. അതെ, പോപ്പട്ട് പറഞ്ഞത് കേക്ക്. ധൈര്യമാണ് ഏറ്റവും വലുത്. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഐസ്ക്രീമുമായിട്ടേ വരുള്ളൂ. ഇവൻ എത്ര നല്ല കൂട്ടുകാരനാണ്. നിനക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ദേ ഒറ്റക്ക് ജയിലിലേക്ക് പോകുന്നതല്ലേ? ഇവനെ രക്ഷിക്കണമെങ്കിൽ യഥാർത്ഥ കള്ളനെ പിടിച്ചേ മതിയാവൂ. പക്ഷെ എങ്ങനെ? നീ ഒരു കാക്കയല്ലേ, നിന്നോട് എന്തിനാ ഞങ്ങളത് പറയുന്നേ? എടാ കൊരക്ക, ഞാൻ പോപ്പെട്ടാണ്. ഇപ്പൊ കാർത്ത് പോയെന്നേ ഉള്ളൂ. പദ്ധതി എന്തായാലും സക്സസ് ആയി. ഞാൻ മോഷ്ടിക്കുന്നു, പക്ഷെ പാവപ്പെട്ട ഡോഗീസ് ജയിലിലേക്ക് പോകുന്നു. ഓ, ഇന്നലെ ഐസ്ക്രീം ഒരുപാട് കഴിച്ചു. അടുത്ത മോഷണം നടത്തുന്ന സമയത്ത് ഈ ഡോഗീസിനെ പോലെ കുരയ്ക്കാൻ പറ്റുമോ എന്നറിയില്ല. തന്തനാ 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 തന്തനാ. ഇവന്മാരും ഇപ്പൊ മിമിക്രി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ. അവൻ മിമിക്രിയല്ല ചെയ്യുന്നത്, ഡോഗീസിന്റെ ശബ്ദം ഉണ്ടാക്കി ഡോഗീസിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാണ്. ഞാൻ പോലീസ് ട്രിപ്പറാണ്. എന്തായാലും ഇപ്രാവശ്യം പിന്നെ എനിക്ക് ഒരു കുഴപ്പം ഉണ്ടാക്കാതെ പോയി. നിന്റെ കളി ഇതോടെ കഴിഞ്ഞു. കളി കഴിഞ്ഞു, അതിന് നമ്മളിതുവരെ കളിച്ചു തുടങ്ങിയില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സിയാറൂഖ് ആൻഡ് ഐ ഡോണ്ട് ബാർക്ക്. അത് തൊണ്ടയ്ക്കകത്തൊരു ചെറിയ പ്രശ്നം.
വേണ്ട 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 ഞാൻ മോഷണം നിർത്തില്ല. എന്നെ വെറുതെ തല്ലണ്ട. വേണ്ട 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 ഞാൻ പറയുന്നത് കേക്ക്. അയ്യോ 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 ചെന്നായി അടിക്കുന്നതിന് പകരമായിട്ട് എന്നെയാണോ ഇങ്ങനെ അടിക്കുന്നത്? അയ്യോ